എല്ലാവർക്കും നമസ്കാരം. LPUP പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ LPUP ചോദ്യവണ്ടി എന്ന മോക്ക് ടെസ്റ്റ് സീരീസിനെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ദിവസവും 100 ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 30 ദിവസത്തെ മോക്ക് ടെസ്റ്റ് സീരീസാണ് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിലുള്ളത്. ഓക്കെ, LPUPക്കാർ വേഗം തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്നതിനായി 8921331609 എന്ന നമ്പറിലോട്ട് ജസ്റ്റ് വാട്സ്ആപ്പ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ LPUPക്കാർക്ക് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റ് സീരീസ് മാത്രമല്ല, LDC എക്സാമിനായാലും ഡിഗ്രി ലെവൽ എക്സാമിനായാലും അതുപോലെ LDC എക്സാമിനായാലും നിങ്ങൾ ഏതൊരു എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ്. അതുമാത്രമല്ല, നിങ്ങൾ ഏതൊരു പരീക്ഷയ്ക്കാണോ തയ്യാറെടുക്കുന്നത് ആ പരീക്ഷകൾക്കുള്ള സിലബസ് അനുസരിച്ചുള്ള നോട്ട്സ് നിങ്ങൾക്ക് ലഭ്യമാണ്. കൂടാതെ ഡെയിലി സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഡെയിലി സ്റ്റഡി പ്ലാനിൽ നിങ്ങൾക്ക് അന്നന്ന് പഠിക്കേണ്ടുന്ന ടോപ്പിക് ഏതൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു. അതുകൂടാതെ ടോപ്പിക് അടിസ്ഥാനത്തിലുള്ള മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ ചെന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. പ്രീമിയം മെമ്പേഴ്സ് ആവുക. 6 മാസത്തേക്ക് വെറും 890 രൂപ മാത്രമാണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യുന്നതിനായി 8921331609 എന്ന നമ്പറിലോട്ട് ജീഷ്മ ഡിസ്കൗണ്ട് 5 എന്ന് വാട്സ്ആപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 5% കൂടി ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് LPUP ചോദ്യവണ്ടി എന്ന മോക്ക് ടെസ്റ്റ് സീരീസിലെ ഡേ 3യിലെ ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളും ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്യുക. 1. 1695 നടന്ന അഞ്ചുതെങ്ങ് കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ പ്രക്ഷോഭമായി അറിയപ്പെടുന്നത്. 2. കുരുമുളകിന്റെ വ്യാപാര കുത്തക ഫ്രഞ്ചുകാർ സ്വന്തമാക്കിയതാണ് അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1, 2 തെറ്റ്. ഓപ്ഷൻ ബി 1 ശരി 2 തെറ്റ്. ഓപ്ഷൻ സി 1, 2 ശരി. ഓപ്ഷൻ ഡി 1 തെറ്റ് 2 ശരി എന്ന് പറയുന്നു. അപ്പോൾ 1695 നടന്ന അഞ്ചുതെങ്ങ് കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ പ്രക്ഷോഭമായി അറിയപ്പെടുന്നത് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ പ്രസ്താവന ശരിയാണോ? അല്ല. 1697 നടന്ന അഞ്ചുതെങ്ങ് കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ പ്രക്ഷോഭമായിട്ട് അറിയപ്പെടുന്നത്. അതുപോലെ കുരുമുളകിന്റെ വ്യാപാര കുത്തക ഫ്രഞ്ചുകാർ സ്വന്തമാക്കിയതല്ല, ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണം. 1695 എന്താണ് നടന്നത്? ബ്രിട്ടീഷുകാർ പണികഴിപ്പിച്ച കേരളത്തിലെ ആദ്യ കോട്ടയായ അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായതാണ് 1695. ഓക്കെ, മറന്നുപോകരുത്. ബ്രിട്ടീഷുകാർ പണികഴിപ്പിച്ച കേരളത്തിലെ ആദ്യ കോട്ടയായ അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായതാണ് 1695. 1697 നടന്ന അഞ്ചുതെങ്ങ് കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ പ്രക്ഷോഭമായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ ഏതാണ് വരുന്നത്? രണ്ടും തെറ്റാണല്ലേ. അപ്പോൾ 1, 2 തെറ്റ്. ആദ്യത്തെ ഓപ്ഷനാണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കുര്യാക്കോസ് ഏലിയസ് ചാവറ അച്ഛൻ ജനിച്ചത് എവിടെ? ഓപ്ഷൻ എ കൂനമ്മാവ്. ഓപ്ഷൻ ബി മന്നാനം. ഓപ്ഷൻ സി കൈനക്കരി. ഓപ്ഷൻ ഡി പള്ളിപ്പുറം. കുര്യാക്കോസ് ഏലിയസ് ചാവറ അച്ഛൻ ജനിച്ചത് എവിടെയാണ്? കൈനക്കരിയാണ് കേട്ടോ. കൈനക്കരി, ആലപ്പുഴയിൽ. അടുത്തത് നോക്കാം. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. കേരളത്തിന്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് അക്കമ്മ ചെറിയാനാണ്. 2. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ പ്രമുഖയായ റോസമ്മ പുന്നൂസ് അക്കമ്മ ചെറിയാന്റെ അമ്മയാണ്. 3. 1938 തിരുവിതാംകൂറിലെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തമ്പാനൂർ മുതൽ കവടിയാർ വരെ രാജധാനി മാർച്ച് നയിച്ചത് അക്കമ്മ ചെറിയാനാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1, 2. ഓപ്ഷൻ ബി 2, 3. ഓപ്ഷൻ സി 1, 3. ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ വരുന്നത്? കേരളത്തിന്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് അക്കമ്മ ചെറിയാനാണ്. ശരിയായ പ്രസ്താവനയാണ്. രണ്ടാമത്തേത്, കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ പ്രമുഖയായ റോസമ്മ പുന്നൂസ് അക്കമ്മ ചെറിയാന്റെ അമ്മയാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. തെറ്റായ പ്രസ്താവനയാണ്. അക്കമ്മ ചെറിയാന്റെ അനുജത്തിയാണ് കേട്ടോ. റോസമ്മ പുന്നൂസ് അക്കമ്മ ചെറിയാന്റെ അനുജത്തിയാണ്. മൂന്നാമത്തത്, 1938 തിരുവിതാംകൂറിലെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തമ്പാനൂർ മുതൽ കവടിയാർ വരെ രാജധാനി മാർച്ച് നയിച്ചത് അക്കമ്മ ചെറിയാനാണ്. ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഇവിടെ 1, 3 ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ സി ആണ് വരുന്നത്. 1, 3. അടുത്ത നോക്കാം. ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ വിശേഷണങ്ങളും അവ നൽകിയ വ്യക്തികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തുക. 1. ആധുനിക ലോകത്തെ മഹാത്ഭുതം ഗാന്ധിജി. 2. തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ TK വേലുപ്പിള്ള. 3. അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം C രാജഗോപാലാചാരി.
4 ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ അധികാരരേഖയായ സ്മൃതി മഹാത്മാഗാന്ധി. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1, 2, 3, ഓപ്ഷൻ ബി ഇവയെല്ലാം, ഓപ്ഷൻ സി 2, 3, 4, ഓപ്ഷൻ ഡി 1, 3, 4. ഓക്കെ, അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ വിശേഷണങ്ങളും അവ നൽകിയ വ്യക്തികളുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങളാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആധുനിക ലോകത്തെ മഹാത്ഭുതം ഗാന്ധിജിയാണ്, ശരിയായ പ്രസ്താവനയാണ്. തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ ടി.കെ. വേലുപ്പിള്ള, ശരിയായ പ്രസ്താവനയാണ്. അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം സി. രാജഗോപാലാചാരി, ശരിയായ പ്രസ്താവനയാണ്. 4-മത്തേത് ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ അധികാരരേഖയായ സ്മൃതി മഹാത്മാഗാന്ധിയാണെന്ന് പറയുന്നു, ശരിയായ പ്രസ്താവനയാണ്. ഇവിടെ ഓപ്ഷൻ വരുന്നത് ഇവയെല്ലാം, എല്ലാം ശരിയായിട്ടുള്ളവയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5-മത്തെ ചോദ്യം, എതിർ മെമ്മോറിയലിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1 മലയാളി മെമ്മോറിയലിനെ ഉന്മൂലനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ ക്രൈസ്തവ മലയാളികൾ, ഹിന്ദു മലയാളികൾ, തമിഴ് ബ്രാഹ്മണർ എന്നിങ്ങനെ വിവിധ വിഭാഗത്തിലുള്ള ആളുകൾ ചേർന്ന് ഒപ്പിട്ട് ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച ഹർജിയാണ് എതിർ മെമ്മോറിയൽ. 2 1891 ജൂൺ 3-നാണ് ഇത് സമർപ്പിക്കപ്പെട്ടത്. 3 എതിർ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത പ്രധാന നേതാക്കളാണ് ഇ. രാമയ്യർ, രാമനാഥൻ റാവു എന്നിവർ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 2, 3, ഓപ്ഷൻ ഡി 1, 3. ഓക്കെ, അപ്പോൾ എതിർ മെമ്മോറിയലിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 3 പ്രസ്താവനകളും ശരിയാണ്. പ്രസ്താവനകളെല്ലാം നന്നായിട്ട് വായിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ 3 പ്രസ്താവനകളും ശരിയാണ്. നമുക്ക് ഓപ്ഷൻ വരുന്നത് 1, 2, 3. ഓപ്ഷൻ സി ആണ് കേട്ടോ, ഓപ്ഷൻ സി. അടുത്ത നോക്കാം. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1 1942 ബോംബെ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. 2 ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന പട്ടാഭി സീതാരാമയ്യ ആയിരുന്നു. 3 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ജെ.ബി. കൃപലാനി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി 1, 2, 3. ഇവിടെ 1-മത്തെ പ്രസ്താവന 1942 ബോംബെ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു, ശരിയായ പ്രസ്താവനയാണ്. അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന പട്ടാഭി സീതാരാമയ്യ അല്ല, മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. ഓക്കെ, 3-മത്തേത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ജെ.ബി. കൃപലാനി ആയിരുന്നു, ശരിയായ പ്രസ്താവനയാണ്. ഇവിടെ 2 മാത്രമാണ് തെറ്റായ പ്രസ്താവന അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ 1, 3 ആണ് ശരിയായുള്ള പ്രസ്താവന. ഓപ്ഷൻ സി ആണ് വരുന്നത്, 1, 3. അടുത്ത നോക്കാം. ഖേദ കർഷക സമരവുമായി ബന്ധപ്പെട്ട് ഉള്ളിക്കള്ളൻ അല്ലെങ്കിൽ ഡംഗ്ലി ചോർ, ഓണിയൻ തീഫ് എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ച വ്യക്തി ഇന്ദുലാൽ യാഗ്നിക്, മോഹൻലാൽ പാണ്ഡ്യ, സർദാർ വല്ലഭായ് പട്ടേൽ, രാജകുമാർ ശുക്ല. അപ്പോൾ ഖേദ കർഷക സമരവുമായി ബന്ധപ്പെട്ട് ഉള്ളിക്കള്ളൻ അല്ലെങ്കിൽ ഡംഗ്ലി ചോർ, ഓണിയൻ തീഫ്, ഈ പേരുകളെല്ലാം ഓർത്തു വെക്കുക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ച വ്യക്തി ആരെയാണ് വിശേഷിപ്പിച്ചത്? മോഹൻലാൽ പാണ്ഡ്യയാണ് കേട്ടോ. മോഹൻലാൽ പാണ്ഡ്യ. ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ഭൂമിയിൽ ഇദ്ദേഹം ഉള്ളിയുടെ വിളവെടുപ്പ് നടത്തിയതിനാൽ ഗാന്ധിജി നൽകിയ പേരായിരുന്നു ഇത്. ഓക്കെ, ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ഭൂമിയിൽ ഇദ്ദേഹം ഉള്ളിയുടെ വിളവെടുപ്പ് നടത്തിയതിനാൽ ഗാന്ധിജി നൽകിയ പേരാണിത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്, മോഹൻലാൽ പാണ്ഡ്യയാണ്. 8-മത്തെ ചോദ്യം നോക്കാം. ഇന്ത്യ വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമകളും അവയുടെ സംവിധായകരെയുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. 1 മേഘേ ദാക്കദാര, ഋതിക് ഘട്ടക്. 2 ഗരം ഹവ, M.S. സത്യു. 3 തമസ് ഗോവിന്ദ് നിഹലാനി. 4 ട്രെയിൻ ടു പാകിസ്ഥാൻ, പമേല റൂക്സ്. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1, 2, 3, ഓപ്ഷൻ ബി 1, 2, 4, ഓപ്ഷൻ സി 1, 3, 4, ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യ വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമകളും അവയുടെ സംവിധായകരെയുമാണ് താഴെ തന്നിരിക്കുന്നത്. ഇവിടെ ശരിയായവ തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്, ഇവയെല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക.
ഒന്ന്, ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന ശേഷിപ്പുകളിൽ ഒന്നാണ് മഹാസ്നാനഘട്ടം, ഗ്രേറ്റ് ബാത്ത്. 2, മോഹൻജദാരോയിലാണ് മഹാസ്നാനഘട്ടം നിലനിന്നിരുന്നത്. 3, ഉറപ്പുള്ള ചുട്ട ഇഷ്ടികകളുടെ ഉപയോഗമായിരുന്നു ഹാരപ്പയിലെ നഗരങ്ങളുടെ പ്രധാന പ്രത്യേകത. 4, ഹാരപ്പയിലെ ജനങ്ങൾക്ക് എഴുത്ത് വിദ്യ അറിയില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. 4 പ്രസ്താവനകളും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1, 2, 3, ഓപ്ഷൻ ബി 1, 3, 4, ഓപ്ഷൻ സി 2, 3, 4, ഓപ്ഷൻ ഡി ഇവയെല്ലാം. അപ്പോൾ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവനയും അതുപോലെ രണ്ടാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയും ഇവിടെ ശരിയാണ്. 4ാമത്തെ പ്രസ്താവന ഹാരപ്പയിലെ ജനങ്ങൾക്ക് എഴുത്തുവിദ്യ അറിയില്ലായിരുന്നു എന്നല്ല, എഴുത്തുവിദ്യ അറിയാമായിരുന്നു. ഓക്കെ, അപ്പോൾ ഹാരപ്പയിലെ ജനങ്ങൾക്ക് എഴുത്തുവിദ്യ അറിയാമായിരുന്നു എന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 3 ആണ് ശരിയായിട്ടുള്ള ആൻസർ. 10ാമത്തെ ചോദ്യം നോക്കാം. ഗ്രീക്ക് സംസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡികൾ കണ്ടെത്തുക. 1, ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഗ്രീസ്. 2, ആദ്യമായി ജനാധിപത്യം നിലവിൽ വന്ന ഗ്രീസിലെ സ്ഥലം ഏതൻസ്. 3, ഏതൻസിലെ ആദ്യ നിയമ പരിഷ്കർത്താവ് സോളൻ. 4, ഏതൻസുകാർക്ക് ആദ്യമായി ഒരു നിയമം സംഭാവന ചെയ്ത വ്യക്തി സോളൻ. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1, 2, 4, ഓപ്ഷൻ ബി 1, 3, 4, ഓപ്ഷൻ സി 2, 3, 4, ഓപ്ഷൻ ഡി 1, 2, 3 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്രീക്ക് സംസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 1, 2, 3 ഇവിടെ ശരിയാണ്. 4ാമത്തെ ഏതൻസുകാർക്ക് ആദ്യമായി ഒരു നിയമം സംഭാവന ചെയ്ത വ്യക്തി സോളൻ അല്ല, ഡ്രാക്കോയാണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കുക. നമുക്കിവിടെ ഓപ്ഷൻ വരുന്നത് 1, 2, 3 ആണ് ശരി. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 11ാമത്തെ ചോദ്യം. ഋതുക്കളുടെ അവസാനമില്ലാത്ത നാട് എന്നറിയപ്പെടുന്ന രാജ്യം. ഇന്ത്യ, നോർവേ, കാനഡ, ജപ്പാൻ. അപ്പോൾ ഋതുക്കളുടെ അവസാനമില്ലാത്ത നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് വരുന്നത്? ഇന്ത്യയാണ്, ഇന്ത്യ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1, മുംബൈയാണ് ആസ്ഥാനം. 2, 1982 ജൂലൈ 12 രൂപീകരിച്ചു. 3, കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്ക്. 4, കൊച്ചിയിലാണ് നബാർഡിന്റെ കേരളത്തിലെ റീജിയണൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1, 2, 3, ഓപ്ഷൻ ബി 2, 3, 4, ഓപ്ഷൻ സി 1, 2, ഓപ്ഷൻ ഡി ഇവയല്ല. ഓക്കെ, അപ്പൊ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് വരുന്നത്? മുംബൈയാണ് ആസ്ഥാനം, ശരിയായ പ്രസ്താവനയാണ്. 1982 ജൂലൈ 12 രൂപീകരിച്ചു, ശരിയായ പ്രസ്താവനയാണ്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്ക്, അതും ശരിയായ പ്രസ്താവനയാണ്. അടുത്ത കൊച്ചിയിലാണ് നബാർഡിന്റെ കേരളത്തിലെ റീജിയൻ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്, തെറ്റായ പ്രസ്താവനയാണ്. തിരുവനന്തപുരത്താണ് നബാർഡിന്റെ കേരളത്തിലെ റീജിയൻ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. 1, 2, 3 ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, 13ാമത്തെ ചോദ്യം. അടിയന്തരാവസ്ഥ അനുച്ഛേദങ്ങളുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. 1, ദേശീയ അടിയന്തരാവസ്ഥ 354. 2, സംസ്ഥാന അടിയന്തരാവസ്ഥ 356. 3, സാമ്പത്തിക അടിയന്തരാവസ്ഥ 360. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 2 മാത്രം, ഓപ്ഷൻ ബി 3 മാത്രം, ഓപ്ഷൻ സി 2, 3, ഓപ്ഷൻ ഡി 1 മാത്രം. ഓക്കെ, അപ്പോൾ ഇവിടെ അടിയന്തരാവസ്ഥ അനുച്ഛേദങ്ങളുമായി ബന്ധപ്പെട്ട ശരി അല്ലാത്ത ജോഡികളാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെയാണ് ശരിയല്ലാത്ത ജോഡി. ദേശീയ അടിയന്തരാവസ്ഥ 352 ആണ്, 352. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, 1 മാത്രമാണ് ശരിയല്ലാത്ത ജോഡി. 14ാമത്തെ ചോദ്യം. താഴെ പറയുന്ന ജനാധിപത്യ രാജ്യങ്ങളിൽ മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള രാജ്യങ്ങൾ ഏതെല്ലാമാണ്? 1, ജപ്പാൻ, 2, USA, 3, കാനഡ, 4, ജർമ്മനി. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1 മാത്രം, ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ താഴെ പറയുന്ന ജനാധിപത്യ രാജ്യങ്ങളിൽ മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള രാജ്യങ്ങൾ ജപ്പാനാണ് കേട്ടോ, ജപ്പാൻ. USA, കാനഡ, ജർമ്മനി എന്നീ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളൊന്നും നൽകുന്നില്ല. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇവിടെ ആൻസർ വരുന്നത് 1 ആണ്, 1 മാത്രം, ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്തത് സാമൂഹീകരണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട തെറ്റല്ലാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. 1, സാമൂഹീകരണത്തിന്റെ കേന്ദ്രമാണ് വിദ്യാലയം. 2, ഒരു വ്യക്തിയെ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തനാക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം. 3, ജൈവ വ്യക്തിയിൽ നിന്നും സമൂഹ വ്യക്തിയിലേക്കുള്ള പരിണാമ പ്രക്രിയയാണ് സാമൂഹീകരണം അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഇവയെല്ലാം, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി 1, 2.
സാമൂഹീകരണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട തെറ്റല്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? രണ്ടാമത്തെ, ഒരു വ്യക്തിയെ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തനാക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അതുപോലെ ജൈവ വ്യക്തിയിൽ നിന്നും സമൂഹ വ്യക്തിയിലേക്കുള്ള പരിണാമ പ്രക്രിയയാണ് സാമൂഹീകരണം. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഒന്നാമത്തെ, സാമൂഹീകരണത്തിന്റെ കേന്ദ്രമാണ് വിദ്യാലയം എന്ന് കൊടുത്തിട്ടുണ്ട്. സാമൂഹീകരണത്തിന്റെ കേന്ദ്രം കുടുംബമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് തെറ്റല്ലാത്ത പ്രസ്താവനകൾ. 16ാമത്തെ ചോദ്യം നോക്കാം. നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തി ശരിയല്ലാത്തവ കണ്ടെത്തുക. 1. ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള അളവ് സമ്പ്രദായമാണ് SI സമ്പ്രദായം. 2. അടിസ്ഥാന യൂണിറ്റുകളെ ആസ്പദമാക്കിയുള്ള പദ്ധതിയാണ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. SI യൂണിറ്റ് സമ്പ്രദായം ലോകവ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങിയ വർഷം 1906 ആണ്. 4. SI യൂണിറ്റ് സമ്പ്രദായത്തിൽ 7 അടിസ്ഥാന അളവുകളാണുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 3, 4, ഓപ്ഷൻ ഡി 3 മാത്രം. ഓക്കെ, അപ്പോൾ ശരിയല്ലാത്ത പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള അളവ് സമ്പ്രദായമാണ് SI സമ്പ്രദായം. ശരിയായ പ്രസ്താവനയാണ്. അടിസ്ഥാന യൂണിറ്റുകളെ ആസ്പദമാക്കിയുള്ള പദ്ധതിയാണ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. SI യൂണിറ്റ് സമ്പ്രദായം ലോകവ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങിയ വർഷം 1906 അല്ല, 1960 ആണ്. ഓക്കെ, 4ാമത്തേത്, SI യൂണിറ്റ് സമ്പ്രദായത്തിൽ 7 അടിസ്ഥാന അളവുകളാണുള്ളത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇവിടെ 3ാമത്തെ മാത്രമാണ് ശരിയല്ലാത്ത പ്രസ്താവന. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, 3 മാത്രം. ഇവിടെ ഓർത്തു വയ്ക്കുക, SI യൂണിറ്റ് സമ്പ്രദായം ലോകവ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങിയ വർഷം 1960 ആണ്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, 3 മാത്രം. അടുത്തത്, അതിശ അളവുകൾക്ക് ഉദാഹരണങ്ങളിൽ പെടുന്നവ തിരഞ്ഞെടുക്കുക. 1 ദൂരം, 2 സമയം, 3 പിണ്ഡം, 4 വേഗം, 5 വ്യാപ്തം, 6 സാന്ദ്രത, 7 വിസ്തീർണം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 2, 4, 6, ഓപ്ഷൻ ബി 1, 3, 5, ഓപ്ഷൻ സി 7, 4, 5, ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്ന് പറയുന്നു. അതിശ അളവുകൾക്ക് ഉദാഹരണങ്ങളിൽ പെടുന്നവ ഏതൊക്കെയാണ്? ഇവയെല്ലാം പെടുന്നുണ്ട് അല്ലേ? ദൂരം, സമയം, പിണ്ഡം, വേഗം, വ്യാപ്തം, സാന്ദ്രത, വിസ്തീർണം ഇവയെല്ലാം അതിശ അളവുകളിൽ പെടും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം. 18ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. 1. പ്രതലത്തിന്റെ മിനുസം കൂടുന്തോറും ഘർഷണ ബലം കൂടുന്നു. 2. പ്രതലത്തിന്റെ മിനുസം കുറയും തോറും ഘർഷണ ബലം കുറയുന്നു. 3. ഘർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് സ്നേഹങ്ങൾ, ലൂബ്രിക്കൻസ്. 4. ഖരാവസ്ഥയിലുള്ള സ്നേഹകമാണ് ഗ്രാഫൈറ്റ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1, 3, ഓപ്ഷൻ ബി 2, 4, ഓപ്ഷൻ സി 1, 2, ഓപ്ഷൻ ഡി 3, 4. ഓക്കെ, അപ്പം ശരിയല്ലാത്ത പ്രസ്താവനകളാണ് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. 1, 2 ആണ് ശരിയല്ലാത്ത പ്രസ്താവനകൾ. പ്രതലത്തിന്റെ മിനുസം കൂടും തോറും ഘർഷണ ബലം കൂടുകയല്ല ചെയ്യുക, കുറയുകയാണ് ചെയ്യുന്നത്. പ്രതലത്തിന്റെ മിനുസം കൂടും തോറും ഘർഷണ ബലം കുറയുന്നു. 2ാമത്തെ പ്രസ്താവന, പ്രതലത്തിന്റെ മിനുസം കുറയും തോറും ഘർഷണ ബലം കുറയുന്നു എന്ന് കൊടുത്തിട്ടുണ്ട്. പ്രതലത്തിന്റെ മിനുസം കുറയും തോറും ഘർഷണ ബലം കൂടുന്നു. ഓക്കെ, അപ്പോൾ 1ാമത്തെയും 2ാമത്തെയും പ്രസ്താവനകളാണ് ഇവിടെ ശരിയല്ലാത്തവ. 1, 2 ഓപ്ഷൻ സി ആണ് വരുന്നത്, ഓപ്ഷൻ സി. അടുത്തത് നോക്കാം. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1. ഭാരമില്ലായ്മ എന്നത് സ്വതന്ത്ര വീഴ്ചയിൽ അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയാണ്. 2. ഗുരുത്വാകർഷണ ബലം മൂലമുള്ള പിണ്ഡത്തിന്റെയും ത്വരിതത്തിന്റെയും ഉൽപ്പന്നമാണ് ഒരു വസ്തുവിന്റെ ഭാരം. 3. ഗുരുത്വാകർഷണത്വം ഏറ്റവും കുറഞ്ഞ സ്വാധീനമുള്ള സ്ഥലമാണ് ബഹിരാകാശം. 4. ഭാരമില്ലായ്മ എന്നത് ഭാരത്തിന്റെ സംവേദനത്തിന്റെ അഭാവമാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1, 2, 4, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 3, 4, ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഓക്കെ, അപ്പം ശരിയായ പ്രസ്താവനകളാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 4 പ്രസ്താവനകളും ശരിയായിട്ടുള്ളവയാണ്. ഓപ്ഷൻ ഡി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നോക്കാം. ഹോഴ്സ് പവറിന് തുല്യമായത് 756 വാട്ട്, 736 വാട്ട്, 726 വാട്ട്, 746 വാട്ട്. ഹോഴ്സ് പവറിന് തുല്യമായത് 746 വാട്ടാണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്, 746. അടുത്തത്, കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ലോഹസങ്കരം. ബ്രാസ്, അൽനിക്കോ, സ്റ്റീൽ, നിക്രോം. ഏതാണ് കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം? അൽനിക്കോ ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് വരുന്നത്, അൽനിക്കോ.
അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 1. 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജ്ജത്തിന്റെ അളവാണ് ആ ഇന്ധനത്തിന്റെ കലോറിക മൂല്യം. 2. കലോറിക മൂല്യത്തിന്റെ യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1 ശരി 2 തെറ്റാണെന്ന് പറയുന്നു. ഓപ്ഷൻ ബി 1ഉം 2ഉം ശരി. ഓപ്ഷൻ സി 1ഉം 2ഉം തെറ്റ്. ഓപ്ഷൻ ഡി 1 തെറ്റ് 2 ശരി. ഓക്കെ, അപ്പോൾ ഇവിടെ 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജ്ജത്തിന്റെ അളവാണ് ആ ഇന്ധനത്തിന്റെ കലോറിക മൂല്യം. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കലോറിക മൂല്യത്തിന്റെ യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം അല്ല, കലോറിക മൂല്യത്തിന്റെ യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 1 ശരി 2 തെറ്റാണ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. 1 ശരി 2 തെറ്റ്. അടുത്തത് പദാർത്ഥത്തിൽ സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണങ്ങൾ ഏതാണ്? ഓപ്ഷൻ എ ആറ്റം, ഓപ്ഷൻ ബി തന്മാത്ര, ഓപ്ഷൻ സി അയോൺ, ഓപ്ഷൻ ഡി പ്രോട്ടോൺ. പദാർത്ഥത്തിൽ സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണങ്ങൾ ഏതാണ് വരുന്നത്? തന്മാത്രയാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് തന്മാത്ര. ഓക്കെ, 24ാമത്തെ ചോദ്യം. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്? വില്യം ഓസ്റ്റോൾ, ജോൺ ഡാൾട്ടൺ, സർ ഹംബ്രി ഡേവിഡ്, ഏണസ്റ്റ് റൂദർഫോർഡ്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ജോൺ ഡാൾട്ടൺ ആണ് കേട്ടോ. ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. 25ാമത്തെ ചോദ്യം. ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത മൂലകം? ടെക്നീഷ്യൻ, യുറേനിയം, ഫ്രാൻഷ്യം, സീസിയം. ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത മൂലകം ഏതാണ്? യുറേനിയം ആണ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. യുറേനിയം. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്യുക. 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. 1. ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ അളവ് ശതമാനാടിസ്ഥാനത്തിൽ പ്രസ്താവിക്കുന്ന രീതിയാണ് മാസ് പെർസെൻറ്റേജ്. 2. ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ കിട്ടുന്നതാണ് ലായനിയുടെ ഗാഢത. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1 ശരി 2 തെറ്റ്. ഓപ്ഷൻ ബി 1 2 തെറ്റ്. ഓപ്ഷൻ സി 1 തെറ്റ് 2 ശരി. ഓപ്ഷൻ ഡി 1 2 തെറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇവിടെ ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ അളവ് ശതമാനാടിസ്ഥാനത്തെ പ്രസ്താവിക്കുന്ന രീതിയാണ് മാസ് പെർസെൻറ്റേജ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി. ഇവിടെ ലായനിയുടെ ഗാഢത എന്നാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഇവിടെ 1ാമത്തെ പ്രസ്താവന ശരിയായിട്ടുള്ളതും 2ാമത്തെ പ്രസ്താവന തെറ്റുമാണ്. ഓപ്ഷൻ വരുന്നത് എ ആണ്. 1 ശരി 2 തെറ്റ്. 27ാമത്തെ ചോദ്യം. അടച്ച പാത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വാതകത്തിന്റെ താപനില വർദ്ധിപ്പിച്ചാൽ ചുവടെ നൽകിയിരിക്കുന്നവ വിശകലനം ചെയ്യുക. 1. ഗതികോർജം വർദ്ധിക്കുന്നു. 2. മർദ്ദം കുറയുന്നു. ഓപ്ഷൻസ് നോക്കാം. 1 ശരി 2 തെറ്റ്. ഓപ്ഷൻ ബി 1 2 തെറ്റ്. ഓപ്ഷൻ സി 1 തെറ്റ് 2 ശരി. ഓപ്ഷൻ ഡി 1 2 ശരിയാണെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ അടച്ച പാത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വാതകത്തിന്റെ താപനില വർദ്ധിപ്പിച്ചാൽ ഗതികോർജം വർദ്ധിക്കുന്നു, മർദ്ദം കൂടുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ 1 ശരി 2 തെറ്റാണ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. 1 ശരി 2 തെറ്റ്. 28ാമത്തെ ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്യുക. 1. കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. 2. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകമാണ് ഓക്സിജൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1 ശരി 2 തെറ്റ്. ഓപ്ഷൻ ബി 1 2 തെറ്റ്. ഓപ്ഷൻ സി 1 ശരി 2 തെറ്റ്. ഓപ്ഷൻ ഡി 1 2 ശരിയാണെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ എന്നത് ശരിയാണ്. അതുപോലെ ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകമാണ് ഓക്സിജൻ എന്ന് കൊടുത്തിട്ടുണ്ട്. തെറ്റായിട്ടുള്ളതാണ്. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകൻ നൈട്രജൻ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ 1 ശരി 2 തെറ്റ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. 1 ശരി 2 തെറ്റ്. അടുത്ത നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായവ ഏവ? 1. ഹൈഡ്രോ കാർബണുകൾ വായുവിന്റെ അസാന്നിധ്യത്തിൽ കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവയോടൊപ്പം താപവും പ്രകാശവും ഉണ്ടാകുന്നു. ഈ പ്രവർത്തനത്തെ ജ്വലനം എന്ന് വിളിക്കുന്നു. ഹൈഡ്രോ കാർബൺ മിക്കവയും ഇന്ധനമായി ഉപയോഗിക്കുന്നവയാണ്. 3. പെട്രോൾ, മണ്ണെണ്ണ എന്നിവ ഹൈഡ്രോ കാർബണിന് ഉദാഹരണമാണ്. 4. ജ്വലന പ്രക്രിയ താപശോഷക പ്രവർത്തനമായതിനാലാണ് ഹൈഡ്രോ കാർബണുകളുടെ ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. 1 3. ഓപ്ഷൻ ബി 2 4. ഓപ്ഷൻ സി 1 4. ഓപ്ഷൻ ഡി 3 4.
ഓക്കെ, അപ്പോൾ ഇവിടെ തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 4ഉം ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. ഹൈഡ്രോ കാർബണുകൾ കത്തുമ്പോൾ വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവയോടൊപ്പം താപവും പ്രകാശവും ഉണ്ടാകുന്നു. ഈ പ്രവർത്തനത്തെ ജ്വലനം എന്ന് വിളിക്കുന്നു. 4-മത്തെ, ജ്വലന പ്രക്രിയ താപമോചക പ്രവർത്തനമായതിനാലാണ് ഹൈഡ്രോ കാർബണുകളെ ഇന്ധനമായി ഉപയോഗിക്കുന്നത്. താപശോഷക പ്രവർത്തനമല്ല, താപമോചക പ്രവർത്തനമാണ്. ഓക്കെ, അപ്പം നമുക്കിവിടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 4 ആണ് തെറ്റായ പ്രസ്താവനകൾ. ഓക്കെ, 30-മത്തെ ചോദ്യം, DNA-യിൽ ഇല്ലാത്ത നൈട്രജൻ ബേസ് യുറാസിൽ, അഡിനിൻ, തൈമിൻ, ഗുവാനിൻ. DNA-യിൽ ഇല്ലാത്ത നൈട്രജൻ ബേസ് ഏതാണ് വരുന്നത്? യുറാസിലാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് വരുന്നത്, യുറാസിൽ. അടുത്ത നോക്കാം, DNA ഫിംഗർ പ്രിന്റ് കണ്ടുപിടിച്ചത് ആരാണ്? ഓപ്ഷൻ എ അലക്സ് ജെഫ്രി, ഹംഫ്രി ഡേവി, ഗ്രിഗർ മെൻഡൽ, ജെയിംസ് വാട്സൺ. ഓക്കെ, അപ്പോൾ DNA ഫിംഗർ പ്രിന്റ് കണ്ടുപിടിച്ചത് ആരാണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്, അലക് ജെഫ്രി ആണ് കേട്ടോ, അലക് ജെഫ്രി. ഓക്കെ, അടുത്ത ചോദ്യം, പ്രകാശ സംശ്ലേഷണത്തിലെ ഇരുണ്ട ഘട്ടവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1, പ്രകാശം ഉപയോഗിക്കുന്നില്ല. 2, ATPയിലെ ഊർജം ഉപയോഗിച്ച് ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർത്ത് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. 3, ഗ്രാനയിൽ വെച്ച് നടക്കുന്നു. 4, പ്രകാശം ഉപയോഗിക്കുന്നു. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 3, 4, ഓപ്ഷൻ സി 2 മാത്രം, ഓപ്ഷൻ ഡി 2, 4. ഓക്കെ, അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിലെ ഇരുണ്ട ഘട്ടവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തെറ്റായ പ്രസ്താവന വരുന്നത് 3-മത്തെയാണ്. ഗ്രാനയിൽ വെച്ച് നടക്കുന്നു എന്നത് തെറ്റാണ്. സ്ട്രോമയിൽ വെച്ചാണ് നടക്കുന്നത്. സ്ട്രോമ കേട്ടോ, ഓർത്ത് വെക്കുക. ഗ്രാനയിൽ വെച്ചല്ല, സ്ട്രോമയിൽ വെച്ചാണ് നടക്കുന്നത്. അടുത്തത്, പ്രകാശം ഉപയോഗിക്കുന്നു എന്ന് കൊടുത്തിട്ടുണ്ട്. പ്രകാശം ഉപയോഗിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ 3-മത്തെയും 4-മത്തെയും പ്രസ്താവനകളാണ് തെറ്റായവ. ഓപ്ഷൻ ബി ആണ് കേട്ടോ വരുന്നത്. ഓപ്ഷൻ ബി ആണ്. അടുത്തത്, ദഹന വ്യവസ്ഥയിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം. അന്നനാളം, വൻകുടൽ, കരൾ, ചെറുകുടൽ. ദഹന വ്യവസ്ഥയിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം വൻകുടലാണ്. വൻകുടൽ. ഓപ്ഷൻ ബി ആണ് കേട്ടോ, വൻകുടലാണ് വരുന്നത്. അടുത്തത്, ചുവടെ നൽകിയിരിക്കുന്നവയിൽ വൈറസ് രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം? 1, സാസ്, 2, മീസിൽസ്, 3, ചിക്കൻ ബോക്സ്, 4, ആന്ത്രാക്സ്, 5, ഡെങ്കിപ്പനി. വൈറസ് രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1, 2, 3, 5, ഓപ്ഷൻ ബി 1, 3, 4, ഓപ്ഷൻ സി 1, 2, 4, 5, ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഓക്കെ, അപ്പോൾ വൈറസ് രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്? സാസ്, മീസിൽസ്, ചിക്കൻ ബോക്സ്, ഡെങ്കിപ്പനി എന്നിവയാണ് വൈറസ് രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ. ആന്ത്രാക്സ് ഒരു ബാക്ടീരിയ രോഗമാണ്. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1, 2, 3, 5. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൊഴുപ്പുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏതെല്ലാം? 1, കൊഴുപ്പിന്റെ ലഘുഘടകങ്ങൾ ആണ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും. 2, ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഊർജം നൽകുന്ന പോഷണം ആണ് കൊഴുപ്പ്. 3, കൊളസ്ട്രോൾ കൊഴുപ്പിന്റെ ഒരു രൂപമാണ്. 4, കൊഴുപ്പിനെ ആഗിരണം ചെയ്യുന്നത് ലിംഫ് ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1, 2, 3, ഓപ്ഷൻ ബി 1, 2, 4, ഓപ്ഷൻ സി 1, 3, 4, ഓപ്ഷൻ ഡി ഇവയെല്ലാം. അപ്പോൾ കൊഴുപ്പുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ചോദിച്ചിട്ടുണ്ട്. ഇവയെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നന്നായിട്ട് പ്രസ്താവനകളെല്ലാം വായിക്കുക. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇവയെല്ലാം. 36-മത്തെ ചോദ്യം, രാജ്യത്ത് സുരക്ഷിത ഭക്ഷണത്തിന് ഈറ്റ് റൈറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ച റെയിൽവേ സ്റ്റേഷനുകൾ കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്, കേരളം, കർണാടക, പഞ്ചാബ്. ഏതാണ് രാജ്യത്ത് സുരക്ഷിത ഭക്ഷണത്തിന് ഈറ്റ് റൈറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ച റെയിൽവേ സ്റ്റേഷനുകൾ കൂടുതലുള്ള സംസ്ഥാനം? ഏതാണ് വരുന്നത്? കേരളമാണ് കേട്ടോ. ഓപ്ഷൻ ബി കേരളം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റല്ലാത്തവ ഏവ? 1, പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരം ലഭിച്ചത് കെ രാജഗോപാലന്. 2, പുരസ്കാരത്തിനർഹമായ കവിതാ സമാഹാരം പതികാലം. 3, സമ്മാനത്തുക 25,000 രൂപ. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തെറ്റല്ലാത്ത പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരം ലഭിച്ചത് കെ രാജഗോപാലിനാണ്. അതുപോലെ പുരസ്കാരത്തിന് അർഹമായ കവിതാ സമാഹാരം പതികാലമാണ്. സമ്മാനത്തുക വരുന്നത് 25,000 രൂപയല്ല, 50,000 രൂപയാണ് സമ്മാനത്തുക വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ തെറ്റല്ലാത്ത പ്രസ്താവനകൾ 1-മത്തെയും 2-മത്തെയും പ്രസ്താവനകളാണ് തെറ്റല്ലാത്തവ. ഓപ്ഷൻ എ ആണ് 1, 2. അടുത്ത നോക്കാം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പഞ്ചാബിന്റെ സംസ്ഥാന ഐക്കണായി നിയമിതനായ ക്രിക്കറ്റർ.
യുവരാജ് സിംഗ്, ജസ്പ്രീത് ബുംറ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി. അപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പഞ്ചാബിന്റെ സംസ്ഥാന ഐക്കണായി നിയമിതനായ ക്രിക്കറ്റർ ആരാണ്? ശുഭ്മാൻ ഗില്ലാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് വരുന്നത്, ശുഭ്മാൻ ഗിൽ. 39ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്യുക. 1. ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള ഘടകത്തിന്റെ ആസ്ഥാനം ആലപ്പുഴ. 2. 2024 G20 ഉച്ചകോടി വേദി ബ്രസീൽ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1 ശരി 2 തെറ്റ്, ഓപ്ഷൻ ബി 1 2 തെറ്റ്, ഓപ്ഷൻ സി 1 ശരി 1 തെറ്റ് 2 ശരി, ഓപ്ഷൻ ഡി 1 2 ശരിയാണെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള ഘടകത്തിന്റെ ആസ്ഥാനം ആലപ്പുഴയാണ്. അതുപോലെ 2024 G20 ഉച്ചകോടി വേദി ബ്രസീലാണ്. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവന ഇവിടെ ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 1 2 ശരിയാണ്. ഓക്കെ, അടുത്തത്, പരിചയമില്ലാത്ത സ്ത്രീയെ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് അപകീർത്തികരവും ലൈംഗികാതിക്രമവുമായി കണക്കാക്കുമെന്ന് വിധി പ്രഖ്യാപിച്ചത്. കൽക്കട്ട ഹൈക്കോടതി, മുംബൈ ഹൈക്കോടതി, മദ്രാസ് ഹൈക്കോടതി, കേരള ഹൈക്കോടതി. അപ്പോൾ പരിചയമില്ലാത്ത സ്ത്രീയെ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് അപകീർത്തികരവും ലൈംഗികാതിക്രമവുമാണെന്ന് കണക്കാക്കി വിധി പ്രഖ്യാപിച്ചത് ഏത് കോടതിയാണ്? കൽക്കട്ട ഹൈക്കോടതിയാണ്. ഓപ്ഷൻ എ കൽക്കട്ട ഹൈക്കോടതി. 41ാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ ആദ്യ മാരിടൈം ക്ലസ്റ്റർ വന്നത് എവിടെ? വടകര, പെരിന്തൽമണ്ണ, ചേർത്തല, പാറശാല. എവിടെയാണ് വന്നത്? ഓപ്ഷൻ സി ആണ്, ചേർത്തലയിലാണ് സംസ്ഥാനത്തെ ആദ്യ മാരിടൈം ക്ലസ്റ്റർ വന്നത്. ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓക്കെ, അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ? 1. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന നേട്ടം കൈവരിച്ചത് വിജയ് ഛേത്രി. 2. ഉത്തർപ്രദേശ് സ്വദേശിയാണ് വിജയ് ഛേത്രി. 3. ക്ലബ് കോളൻ FC യൂറോഗായ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1 2, ഓപ്ഷൻ ബി 2 3, ഓപ്ഷൻ സി 1 3, ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഓക്കെ, അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതാണ് വരുന്നത്? ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവന ശരിയാണ്. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന നേട്ടം കൈവരിച്ചത് വിജയ് ഛേത്രിയാണ്. അതുപോലെ ക്ലബ്ബ് വരുന്നത് കോളൻ FC യൂറോഗായ് ആണ് വരുന്നത്. രണ്ടാമത്തെ പ്രസ്താവന ഉത്തർപ്രദേശ് സ്വദേശിയാണ് വിജയ് ഛേത്രി എന്ന് കൊടുത്തിട്ടുണ്ട്. ഉത്തർപ്രദേശ് സ്വദേശിയല്ല, മണിപ്പൂർ സ്വദേശിയാണ് വിജയ് ഛേത്രി. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1 3 ആണ് ശരിയായവ. ഓക്കെ, 43ാമത്തെ ചോദ്യം, ഏപ്രിൽ 26 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രേഖപ്പെടുത്തിയ പോളിംഗ് ശതമാനം എത്ര? 70.80%, 77.23%, 63.35%, 75.44%. ഓക്കെ, അപ്പോൾ ഏപ്രിൽ 26 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രേഖപ്പെടുത്തിയ പോളിംഗ് ശതമാനം എത്രയാണ്? 70.80%. ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്ത നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റല്ലാത്തവ ഏവ? 1. UK ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് പ്രസിഡന്റായി 2023 നിയമിതയായ ഇന്ത്യൻ വംശജ അനുഷ ഷാ. 2. 2023 നവംബറിൽ അന്തരിച്ച മുൻ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായിരുന്ന മലയാളി TU വിജയശേഖരൻ. 3. 2025 ഏഷ്യൻ അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിന്റെ വേദി നേപ്പാൾ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1 2, ഓപ്ഷൻ ബി 2 3, ഓപ്ഷൻ സി 1 3, ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഓക്കെ, അപ്പോൾ തെറ്റല്ലാത്ത പ്രസ്താവനകളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. UK ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് പ്രസിഡന്റായി 2023 നിയമിതയായ ഇന്ത്യൻ വംശജ അനുഷ ഷാ എന്ന് കൊടുത്തിട്ടുണ്ട്. ശരിയായ പ്രസ്താവനയാണ്. അതുപോലെ 2023 നവംബറിൽ അന്തരിച്ച മുൻ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായിരുന്ന മലയാളി TU വിജയശേഖരൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 2025 ഏഷ്യൻ അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിന്റെ വേദി നേപ്പാൾ അല്ല, ബംഗ്ലാദേശാണ്. ഓക്കെ, 2025 ഏഷ്യൻ അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ബംഗ്ലാദേശാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തെറ്റല്ലാത്ത പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് വരുന്നത്. 1 2 ആണ് തെറ്റല്ലാത്ത പ്രസ്താവനകൾ. 45ാമത്തെ ചോദ്യം നോക്കാം. 2023 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കർണാടകയിലെ 3 ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുന്നവ ഏവ? 1. സോമനാഥപുര കേശവക്ഷേത്രം. 2. ബേലൂർ ചെന്ന കേശവക്ഷേത്രം. 3. ഹാലെ ബീഡു ഹൊയ്സാലേശ്വര ക്ഷേത്രം.
ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി ഇവയെല്ലാം. 2023 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കർണാടകയിലെ 3 ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? ഇവ 3ഉം കർണാടകയിലെ 3 ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഇവയെല്ലാം. അടുത്തത് മാത്സിലെ ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ വലിയ ഭിന്നസംഖ്യ ഏത്? 7/10, 7/11, 7/8, 7/10. അപ്പോൾ ഏതാണ് വലിയ ഭിന്നസംഖ്യ വരുന്നത്? ഓപ്ഷൻ സി ആണ്, 7/8 ആണ് വലിയ ഭിന്നസംഖ്യ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 8.56 പ്ലസ് 4.367 പ്ലസ് 11.2 സമം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 26.127, 25.127, 28.127, 24.127. ഓക്കെ, അപ്പോൾ 8.56 പ്ലസ് 4.367 പ്ലസ് 11.2 എത്രയാണ് വരുന്നത്? 24.127 ആണ് വരുന്നത്. 24.127. 48ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത്? 1.6, 0.16, 0.016, 0.0016. ഓക്കെ, അപ്പോൾ ഇവിടെ പൂർണ്ണവർഗം ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, 0.16 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ മാത്സിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ LPUP ചോദ്യവണ്ടി ജോയിൻ ചെയ്തവർ അവിടെ ചെക്ക് ചെയ്യുക. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ബ്ലിസ് ടു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പ്രീമിയം മെമ്പേഴ്സ് ആവുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 14 മുതൽ 56 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ത്? 40, 32, 35, 23. 14 മുതൽ 56 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി വരുന്നത് 35 ആണ്. ഓപ്ഷൻ സി 35. അടുത്തത്. ഒരു ക്ലോക്കിലെ സമയം 5 ആയാൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? 120 ഡിഗ്രി, 150 ഡിഗ്രി, 110 ഡിഗ്രി, 130 ഡിഗ്രി. ഒരു ക്ലോക്കിലെ സമയം 5 ആയാൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് വരുന്നത് 150 ഡിഗ്രിയാണ്. ഓപ്ഷൻ ബി. ഒരു മുഴം എന്നതിന് തുല്യമായ അളവ് തിരഞ്ഞെടുക്കുക. 11/2 അടി, 2.54 സെൻറ്റിമീറ്റർ, 16 ഇഞ്ച്, 10 ഹെക്ടോമീറ്റർ. ഒരു മുഴം എന്നതിന് തുല്യമായ അളവ് ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്, 16 ഇഞ്ചാണ് വരുന്നത്. ഒരു മുഴം 16 ഇഞ്ച്. അടുത്തത്. ഒരു ലംബകത്തിൻ്റെ സമാന്തര വശങ്ങൾ 18 സെൻറ്റിമീറ്റർ, 14 സെൻറ്റിമീറ്ററും വിസ്തീർണം 320 സെൻറ്റിമീറ്റർ സ്ക്വയറും ആയാൽ സമാന്തര വശങ്ങൾ തമ്മിലുള്ള അകലം എന്ത്? 20 സെൻറ്റിമീറ്റർ, 32 സെൻറ്റിമീറ്റർ, 64 സെൻറ്റിമീറ്റർ, 16 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഒരു ലംബകത്തിൻ്റെ സമാന്തര വശങ്ങൾ 18 സെൻറ്റിമീറ്ററും 14 സെൻറ്റിമീറ്ററും വിസ്തീർണം 320 സെൻറ്റിമീറ്ററും ആയ സമാന്തര വശങ്ങൾ തമ്മിലുള്ള അകലം വരുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്തത്. ആദ്യത്തെ 7 അഭാജ്യ സംഖ്യകളുടെ ശരാശരി എത്ര? 7.1, 7.2, 8.28, 8.4. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 7 അഭാജ്യ സംഖ്യകളുടെ ശരാശരി വരുന്നത് 8.28 ആണ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. 54ാമത്തെ ചോദ്യം. 4, 6, 20 എന്നീ സംഖ്യകളുടെ ഉസാഗ കണ്ടെത്തുക. ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 20 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4, 6, 20 എന്നീ സംഖ്യകളുടെ ഉസാഗ എത്രയാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്, 2 ആണ് വരുന്നത്. 2. അടുത്തത്. 2, 4, 8, 16 എക്സെട്ര 1024 എന്ന ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം എത്ര? 20, 24, 12, 10. എത്രയായിരിക്കും വരുന്നത്? 10 ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്, 10. 56ാമത്തെ ചോദ്യം. 5 പുരുഷന്മാരോ 10 സ്ത്രീകളോ ചേർന്ന് ഒരു ജോലി ചെയ്യാൻ 26 ദിവസങ്ങൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ 8 പുരുഷന്മാരും 10 സ്ത്രീകളും ചേർന്ന് ഈ ജോലി ചെയ്യാൻ എത്ര ദിവസങ്ങൾ എടുക്കും? 10, 13, 12, 15. എത്ര ദിവസങ്ങളായിരിക്കും എടുക്കുക? 10 ദിവസമാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് വരുന്നത്, 10 ദിവസങ്ങൾ. 57ാമത്തെ ചോദ്യം. മണിക്കൂറിൽ 76 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിനിന് അതേ ദിശയിൽ 4 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരാളെ കടന്നു പോകാൻ വേണ്ട സമയം എന്ത്? ഓപ്ഷൻ എ 8 സെക്കൻഡ്, ഓപ്ഷൻ ബി 25 സെക്കൻഡ്, ഓപ്ഷൻ സി 15 സെക്കൻഡ്, ഓപ്ഷൻ ഡി 10 സെക്കൻഡ്. അപ്പോൾ മണിക്കൂറിൽ 76 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിനിന് അതേ ദിശയിൽ 4 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരാളെ കടന്നു പോകാൻ വേണ്ട സമയം വരുന്നത് 10 സെക്കൻഡാണ് കേട്ടോ. ഓപ്ഷൻ ഡി 10 സെക്കൻഡ്. 58ാമത്തെ ചോദ്യം.
ഒരു നിശ്ചിത പലിശ നിരക്കിൽ ഒരു തുകയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശ 1200 രൂപയും കൂട്ടുപലിശ 1320 രൂപയും ആയാൽ പലിശ നിരക്ക് എത്ര? 12%, 16%, 10%, 20%. എത്രയാണ് വരുന്നത്? 20%. ഓപ്ഷൻ ഡി 20%. ഒരു പരീക്ഷ എഴുതിയ 30% കുട്ടികൾ ഇംഗ്ലീഷിൽ തോറ്റു, 40% കുട്ടികൾ ഹിന്ദിയിൽ തോറ്റു, 20% കുട്ടികൾ 2 വിഷയങ്ങൾക്കും തോറ്റു എങ്കിൽ ജയിച്ചവരുടെ ശതമാനം എത്ര? 20%, 50%, 30%, 10%. ഒരു പരീക്ഷ എഴുതിയ 30% കുട്ടികൾ ഇംഗ്ലീഷിൽ തോറ്റു, അതുപോലെ 40% കുട്ടികൾ ഹിന്ദിയിൽ തോറ്റു, 20% കുട്ടികൾ 2 വിഷയങ്ങൾക്കുമാണ് തോറ്റിരിക്കുന്നത്, ഇംഗ്ലീഷിനും അതുപോലെ തന്നെ ഹിന്ദിയിലും തോറ്റു എങ്കിൽ ജയിച്ചവരുടെ ശതമാനം എത്രയാണ് വരുന്നത്? 50% ജയിച്ചവർ. ഓപ്ഷൻ ബി ആണ് വരുന്നത് 50%. ഓക്കെ, അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ ചെറിയ ദശാംശ സംഖ്യ ഏത്? 3.01400, 3.01098, 3.00098, 3.01087. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ചെറിയ ദശാംശ സംഖ്യ ഏത്? ഏതായിരിക്കും? 3.009 ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് 3.009. അടുത്തത് നോക്കാം. അടുത്ത സൈക്കോളജിയിൽ നിന്നാണ്. വ്യവഹാരവാദത്തിൻ്റെ മുഖ്യ പോരായ്മ: ജന്തുക്കളിൽ നടത്തിയ പരീക്ഷണം, മാനസിക പ്രക്രിയകളോടുള്ള അവഗണന, ചേഷ്ടകൾക്ക് നൽകിയ പ്രാധാന്യം, ചോദക പ്രതികരണ ബന്ധം. അപ്പോൾ വ്യവഹാരവാദത്തിൻ്റെ മുഖ്യ പോരായ്മ ഏതാണ് വരുന്നത്? മാനസിക പ്രക്രിയകളോടുള്ള അവഗണന. ഓപ്ഷൻ ബി ആണ് മാനസിക പ്രക്രിയകളോടുള്ള അവഗണന. അടുത്തത് കൂട്ട് ലെവിൻ്റെ പുസ്തകങ്ങളിൽ പെടാത്തത്. ഓപ്ഷൻ എ എ ഡൈനാമിക് തിയറി ഓഫ് പേഴ്സണാലിറ്റി, ഓപ്ഷൻ ബി എ പ്രിൻസിപ്പിൾ ഓഫ് ടോപ്പോളജിക്കൽ സൈക്കോളജി, ഓപ്ഷൻ സി ഫീൽഡ് തിയറി ഇൻ സോഷ്യൽ സയൻസ്, ഓപ്ഷൻ ഡി റീപ്രൊഡക്റ്റീവ് തിങ്കിങ്. ഓക്കെ, അപ്പോൾ കൂട്ട് ലെവിൻ്റെ പുസ്തകങ്ങളിൽ പെടാത്തത് റീപ്രൊഡക്റ്റീവ് തിങ്കിങ് ആണ്. റീപ്രൊഡക്റ്റീവ് തിങ്കിങ് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്തത് തരം തിരിക്കൽ എന്ന പ്രവർത്തനം ബഹുമുഖ ബുദ്ധിയിൽ ഏതു ഘടകത്തെ പരിപോഷിപ്പിക്കുന്നു? പ്രകൃതിപരമായ ബുദ്ധി, ഭാഷാപരമായ ബുദ്ധി, ഗണിതപരവും യുക്തിചിന്താപരവുമായ ബുദ്ധി, ശാരീരിക ചലനപരമായ ബുദ്ധി. ഓക്കെ, അപ്പോൾ തരം തിരിക്കൽ എന്ന പ്രവർത്തനം ബഹുമുഖ ബുദ്ധിയിൽ ഏതു ഘടകത്തെയാണ് പരിപോഷിപ്പിക്കുന്നത്? ഗണിതപരവും യുക്തിചിന്താപരവുമായ ബുദ്ധി. ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് വ്യക്തിത്വ വികാസത്തിൽ ജനനാന്തര ഘട്ടത്തിൽ പെടാത്തത്: ബീജാങ്കുരണ ഘട്ടം, ശൈശവം, ബാല്യം, കൗമാരം. വ്യക്തിത്വ വികാസത്തിൽ ജനനാന്തര ഘട്ടത്തിൽ പെടാത്തത് ബീജാങ്കുരണ ഘട്ടമാണ്. ബീജാങ്കുരണ ഘട്ടം. അടുത്തത് വികസന പ്രവൃത്തി എന്ന ആശയത്തെ ജനകീയമാക്കിയത് ആര്? ജെറോം എസ് ബ്രൂണർ, ഏണസ്റ്റ് ഹിൽഗാർഡ്, റോബർട്ട് ജെയിംസ് ഹാവിഗസ്, ജീൻ പിയാഷെ. വികസന പ്രവൃത്തി എന്ന ആശയത്തെ ജനകീയമാക്കിയത് റോബർട്ട് ജെയിംസ് ഹാവിഗസ്റ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് റോബർട്ട് ജെയിംസ് ഹാവിഗസ്റ്റ്. 66ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അഭിക്ഷമത പരിശോധിക്കുന്നതിനുള്ള ശോധകം ഏത്? റോഷോ മഷിയോ പരീക്ഷ, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, മിനസോട്ട മെക്കാനിക്കൽ അസംബ്ലി ടെസ്റ്റ്, ദ കൂഡർ പ്രിഫറൻസ് റെക്കോർഡ്. ഓക്കെ, അപ്പോൾ അഭിക്ഷമത പരിശോധിക്കുന്നതിനുള്ള ശോധകം ഏതാണ് വരുന്നത്? മിനസോട്ട മെക്കാനിക്കൽ അസംബ്ലി ടെസ്റ്റ് ആണ് അഭിക്ഷമത പരിശോധിക്കുന്നതിനുള്ള ശോധകം. ഓപ്ഷൻ സി. 67ാമത്തെ ചോദ്യം. കോക്ലിയർ ഇംപ്ലാന്റ് എന്ന ചികിത്സാ രീതി സ്വീകരിക്കുന്നത് ഏത് പരിമിതി പരിഹരിക്കാനാണ്? ബുദ്ധി പരിമിതി, ചലന പരിമിതി, ശ്രവണ പരിമിതി, കാഴ്ച പരിമിതി. കോക്ലിയർ ഇംപ്ലാന്റ് എന്ന ചികിത്സാ രീതി സ്വീകരിക്കുന്നത് ശ്രവണ പരിമിതി പരിഹരിക്കുന്നതിനാണ്. ഓപ്ഷൻ സി ആണ് ശ്രവണ പരിമിതി. 68ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്കായി 2006 ഇന്ത്യ നിർമ്മിച്ച ഉപഗ്രഹമാണ് എഡ്യൂസാറ്റ്. എഡ്യൂസാറ്റ് എന്ന ഉപഗ്രഹത്തിന്റെ സഹായത്തോടെ ആരംഭിച്ച വിദ്യാഭ്യാസ ചാനലാണ് വിക്ടേഴ്സ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1 ശരി 2 തെറ്റ്, ഓപ്ഷൻ ബി 2ഉം ശരിയാണ്, ഓപ്ഷൻ സി 2ഉം തെറ്റാണ്, ഓപ്ഷൻ ഡി 1 തെറ്റ് 2 ശരി. ഓക്കെ, അപ്പോൾ ഇവിടെ 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്കായി 2006 ഇന്ത്യ നിർമ്മിച്ച ഉപഗ്രഹമാണ് എഡ്യൂസാറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്കായി 2004 ഇന്ത്യ നിർമ്മിച്ച ഉപഗ്രഹമാണ് എഡ്യൂസാറ്റ്. 2006 അല്ല, 2004 ആണ്. അതുപോലെ രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. അപ്പോൾ ഇവിടെ 1 തെറ്റ് 2 ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 1 തെറ്റ് 2 ശരി.
അടുത്തത് പാഠ്യപദ്ധതി സമീപനത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? പ്രവർത്തനാധിഷ്ഠിതം, പഠനം ഉറപ്പാക്കുന്നത്, പഠന നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് പ്രാപ്തമായത്, അധ്യാപക കേന്ദ്രീകൃതം. പാഠ്യപദ്ധതി സമീപനത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് അധ്യാപക കേന്ദ്രീകൃതമാണ്. ഓപ്ഷൻ ഡി ആണ് അധ്യാപക കേന്ദ്രീകൃതം. 70ാമത്തെ ചോദ്യം, യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച വർഷം? 1992 ജൂലൈ 15, 1993 ജൂലൈ 15, 1994 ജൂലൈ 15, 1995 ജൂലൈ 15. യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 1993 ജൂലൈ 15-നാണ്. 1993 ജൂലൈ 15. ഓപ്ഷൻ ബി ആണ്. 71ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ 5 പോയിന്റ് റേറ്റിംഗ് സ്കെയിലിന് ഉദാഹരണം? ലൈറ്റ്നസ് സ്കെയിൽ, റിക്കറ്റ് സ്കെയിൽ, തേഴ്സ്റ്റൺ സ്കെയിൽ ഇവയൊന്നുമല്ല. 5 പോയിന്റ് റേറ്റിംഗ് സ്കെയിലിന് ഉദാഹരണം വരുന്നത് ലിക്കർട്ട് സ്കെയിലാണ്. ഓപ്ഷൻ ബി ആണ് വരുന്നത് ലിക്കർട്ട് സ്കെയിൽ. 72ാമത്തെ ചോദ്യം, സഹകരണാത്മക പഠനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. സമയവയസ്ക സംഘങ്ങൾ പൊതുവായ ഒരു ലക്ഷ്യത്തിനായി സഹകരിച്ചും പരസ്പരം കൈത്താങ്ങ് നൽകിയും നടത്തുന്ന പഠനരീതി. 2. പഠനരീതിയിൽ ആദ്യാവസാനം അധ്യാപക സാന്നിധ്യം ആവശ്യമാണ്. 3. കുട്ടികളിൽ നേതൃത്വ ഗുണവും പ്രശ്ന പരിഹരണ ശേഷിയും വളരാൻ സഹായിക്കുന്ന പഠനരീതി. ഓപ്ഷൻ എ 3 മാത്രം, ഓപ്ഷൻ ബി 2 മാത്രം, ഓപ്ഷൻ സി 1, 2, ഓപ്ഷൻ ഡി തെറ്റായ പ്രസ്താവനകൾ ഇല്ല എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ സഹകരണാത്മക പഠനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെയാണ് ഇവിടെ തെറ്റായ പ്രസ്താവന. ഓക്കെ, പഠനരീതിയിൽ ആദ്യാവസാനം അധ്യാപക സാന്നിധ്യം ആവശ്യമാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. പഠനരീതിയിൽ ആദ്യാവസാനം അധ്യാപക സാന്നിധ്യം ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ 2 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. 73ാമത്തെ ചോദ്യം നോക്കാം. നേടിയ അറിവ് മറ്റുള്ളവർക്ക് പകരാൻ ആകുമെങ്കിൽ ആ അറിവ് സ്ഥിരമായി എന്ന് കരുതുവാൻ സാധിക്കുന്ന അറിവ് നിർമ്മാണ പ്രക്രിയയിലെ ഘട്ടം അറിയപ്പെടുന്നത്? വിശകലന ഘട്ടം, ഉൽപ്പന്ന രൂപീകരണ ഘട്ടം, അന്വേഷണ ഘട്ടം, വ്യാപന ഘട്ടം. അപ്പോൾ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, വ്യാപന ഘട്ടമാണ് വരുന്നത്, വ്യാപന ഘട്ടം. 74ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി? EMS നമ്പൂതിരിപ്പാട്, ജോസഫ് മുണ്ടശ്ശേരി, ആ ശങ്കർ, CH മുഹമ്മദ് കോയ. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി വരുന്നത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. ഓപ്ഷൻ ബി ആണ് ജോസഫ് മുണ്ടശ്ശേരി. ദേശീയ വിദ്യാഭ്യാസ നയം 2020 കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം ലഭിച്ചത് എന്ന്? 2020 ജൂൺ 29, 2020 ജൂലൈ 29, 2020 ജനുവരി 29, 2020 മെയ് 29. ദേശീയ വിദ്യാഭ്യാസ നയം 2020 കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം ലഭിച്ചത് 2020 ജൂലൈ 29-നാണ്. ഓപ്ഷൻ ബി ആണ് 2020 ജൂലൈ 29. അടുത്ത, പ്രവർത്തനാനുബന്ധ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്? BF സ്കിന്നർ, EL തോണ്ടൈക്ക്, ഇവാൻ പാവലോവ്, ജീൻ പിയാഷെ. പ്രവർത്തനാനുബന്ധ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് BF സ്കിന്നർ ആണ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്തത്, ഒരു വിദ്യാർത്ഥി ഗണിതശാസ്ത്ര പ്രശ്നങ്ങൾ പരിഹരിക്കുകയായിരുന്നു. അതിൽ ഒന്ന് ആശയക്കുഴപ്പത്തിലായി. പരിഹാരത്തെക്കുറിച്ച് ചിന്തിച്ച് കുറച്ച് സമയം ചെലവഴിച്ചതിന് ശേഷം പെട്ടെന്ന് ഒരു സൂചന ലഭിച്ചു. പ്രശ്നം പരിഹരിച്ചു. ഇത് ഓപ്പറന്റ് കണ്ടീഷനിങ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഇൻസൈറ്റ്, ഹെററാച്ചിക്കൽ അപ്രോച്ച്. ഏതായിരിക്കും വരുന്നത്? ഇൻസൈറ്റ് ആയിരിക്കും അല്ലേ, ഇൻസൈറ്റ് ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. 1. ബാഹ്യശക്തികളുടെ പ്രേരണ കൂടാതെ സ്വയമേവ നടക്കുന്ന വികാസത്തെ പരിപക്വനം എന്ന് വിളിക്കുന്നു. 2. വ്യക്തിയിൽ അന്തർലീനമായിരിക്കുന്ന അഥവാ നിഹിതമായിരിക്കുന്ന സ്വഭാവ സവിശേഷതകളുടെ അനാവരണമാണ് പരിപക്വനം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1 ശരി 2 തെറ്റ്, ഓപ്ഷൻ ബി 1ഉം 2ഉം ശരി, ഓപ്ഷൻ സി 1 തെറ്റ് 2 ശരി, ഓപ്ഷൻ ഡി 1ഉം 2ഉം തെറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ബാഹ്യശക്തികളുടെ പ്രേരണ കൂടാതെ സ്വയമേവ നടക്കുന്ന വികാസത്തെ പരിപക്വനം എന്ന് വിളിക്കുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അതുപോലെ വ്യക്തിയിൽ അന്തർലീനമായിരിക്കുന്ന അഥവാ നിഹിതമായിരിക്കുന്ന സ്വഭാവ സവിശേഷതകളുടെ അനാവരണമാണ് പരിപക്വനം. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഇവിടെ 2ഉം ശരിയാണ്, 1ഉം 2ഉം ശരി. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വ്യക്തിയുടെ ജന്മനാ സ്വായത്തമാക്കുന്ന സ്വഭാവ സവിശേഷതകൾ അറിയപ്പെടുന്നത്? ബാഹ്യ സ്വഭാവങ്ങൾ, ആന്തരിക സ്വഭാവങ്ങൾ, പാരമ്പര്യ സ്വഭാവങ്ങൾ, പാരിസ്ഥിതിക സ്വഭാവങ്ങൾ. ഒരു വ്യക്തിയുടെ ജന്മനാ സ്വായത്തമാക്കുന്ന സ്വഭാവ സവിശേഷതകൾ അറിയപ്പെടുന്നത് പാരമ്പര്യ സ്വഭാവങ്ങളാണ്. ഓപ്ഷൻ സി ആണ് പാരമ്പര്യ സ്വഭാവങ്ങൾ.
80ാമത്തെ ചോദ്യം, ക്ലിനിക്കൽ മനഃശാസ്ത്രവും ക്ലിനിക്കൽ രീതിയും ആദ്യമായി അവതരിപ്പിച്ച വ്യക്തി? സിഗ്മണ്ട് ഫ്രോയിഡ്, വില്യം വൂണ്ട്, ലൈറ്റ്നർ വിറ്റ്മർ, ജെ.എൽ. മൊറീനോ. ക്ലിനിക്കൽ മനഃശാസ്ത്രവും ക്ലിനിക്കൽ രീതിയും ആദ്യമായി അവതരിപ്പിച്ച വ്യക്തി ലൈറ്റ്നർ വിറ്റ്മർ ആണ്. ലൈറ്റ്നർ വിറ്റ്മർ. 81ാമത്തെ ചോദ്യമാണ്, ഇംഗ്ലീഷിൽ നിന്നാണ്. Read the passage and answer. The ideal detection dog is extremely energetic with an excessive play drive. These dogs will happily work all day long, motivated by the expectation of a ball game as a reward for sample detection. The obsessive high-energy personalities of detection dogs also make them difficult to maintain as pets. As a result, they frequently find themselves abandoned to animal shelters. Facing euthanasia, the program rescues these dogs and offers them a satisfying career in conservation research. These dogs find career in dash, animal sheltering, conservation research, personality, motivation. Okay. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? കോൺവെർസേഷൻ റിസർച്ച് ആണ്. ഓപ്ഷൻ ബി, കോൺവെർസേഷൻ റിസർച്ച്. ആർ യു ലുക്കിംഗ് ഫോർ ഡാഷ് ഷാംപൂ? ആൻഡ് എ ദ വൺ. ആർ യു ലുക്കിംഗ് ഫോർ ദ ഷാംപൂ? ഓപ്ഷൻ സി ആണ്. ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? ആർ വേർ ഈസ് നൺ ഓഫ് ദിസ്. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഓപ്ഷൻ സി ഈസ്. Dash decision was this. I did like to try and change that person's mind. When, where, who, whose. Whose decision was this? I would like to try and change that person's mind. Okay, option D ആണ് വരുന്നത്, whose. He dashed to watch TV for so long. Must not, should not, will not, ought not. ഏതാണ് വരുന്നത്? He ought not to watch TV for so long. Option D ആണ്. അടുത്ത് ചൂസ് ദ കറക്റ്റ് വൺ. എ ഗുഡ് ഡീൽ ഓഫ് ടൈം ഹാസ് വേസ്റ്റഡ് ഓൺ ദിസ് ഇഷ്യൂ. അടുത്തത് എ ഗുഡ് ഡീൽ ഓഫ് ടൈം വെയർ വേസ്റ്റഡ് ഓൺ ദിസ് ഇഷ്യൂ. എ ഗുഡ് ഡീൽ ഓഫ് ടൈം വെയർ വേസ്റ്റഡ് ഓൺ ദിസ് ഇഷ്യൂ. എ ഗുഡ് ഡീൽ ഓഫ് ടൈം വാസ് വേസ്റ്റഡ് ഓൺ ദിസ് ഇഷ്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഹാസ്, വെയർ, വാസ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലേ. ഏതാണ് കറക്റ്റ് സെൻറ്റൻസ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. എ ഗുഡ് ഡീൽ ഓഫ് ടൈം വാസ് വേസ്റ്റഡ് ഓൺ ദിസ് ഇഷ്യൂ. ഓക്കെ, ദർ ആർ ടു ബസ്സസ് സ്റ്റാൻഡിങ് ദർ. Number 19 and 23. Dash bus takes you to the railway station, but they go by different routes. Either, neither, former, latter. There are two buses standing there. Number 19 and 23. Either bus takes you to the railway station, but they go by different routes. Either ആണ് വരുന്നത്. ഓപ്ഷൻ എ ആണ് കേട്ടോ. അടുത്തത്, an infant who has developed object moments is attached to specific objects such as a blanket will see all objects as being the same, knows that an object such as a rattle exists even if it is not in view, cries when a wanted object is taken away. Option C ആണ് കേട്ടോ. അടുത്തത്, what are the other skills of language apart from listening, speaking, reading and writing? Creativity and imagination, learning and memorization, grammar and principles, thinking and reasoning. അപ്പോൾ ഏതാ ഇവിടെ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. തിങ്കിങ് ആൻഡ് റീസണിങ് ആണ്. അടുത്തത്, ടോം ഓഫേർഡ് ഡാഷ് ആസ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. ഡ്രൈവ്, ഡ്രൈവിംഗ്, ടു ഡ്രൈവ്, ഡ്രൈവർ. ഓക്കെ, അപ്പോൾ ടു ഡ്രൈവ് ആണല്ലേ വരുന്നത്. ടോം ഓഫേർഡ് ടു ഡ്രൈവ് ആസ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ മലയാളത്തിൽ നിന്നുമാണ്. ആരെക്കുറിച്ച് വള്ളത്തോൾ രചിച്ച കവിതയാണ് കൃഷ്ണ പരുന്തിനോട്? ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, സ്വാമി വിവേകാനന്ദൻ, എഴുത്തച്ഛൻ. ഓപ്ഷൻ സി ആണ്. സ്വാമി വിവേകാനന്ദനാണ് ആൻസർ. അടുത്ത ചോദ്യം, ചുവടെ ചില ആത്മകഥകളും അവ രചിച്ച വ്യക്തികളും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി ഏതെല്ലാം? 1. ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ബാസി. 2. ഓർമ്മയുടെ അറകൾ ബഷീർ. 3. ഓർമ്മയുടെ ലോകത്തിൽ പി കേശവദേവ്. 4. എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1, 2, 3. ഓപ്ഷൻ ബി 1, 2, 4. ഓപ്ഷൻ സി 2, 3, 4. ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിയായ ജോഡികളാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാം ശരിയാണ്. അപ്പോൾ ഇവയെല്ലാം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, അടുത്തത്, പാട്ടുകൃതികളിൽ ഉപയോഗിച്ചിരിക്കുന്ന ആദ്യാക്ഷര പ്രാസം ഏത്? എതുക, വസന്തതിലകം, മോന, കാകളി. പാട്ടുകൃതികളിൽ ഉപയോഗിച്ചിരിക്കുന്ന ആദ്യാക്ഷര പ്രാസം വരുന്നത് മോനയാണ്. ഓപ്ഷൻ സി. താഴെ തന്നവയിൽ തെറ്റായ പദം ഏത്? ഭാഗികം, അച്യുതൻ, അനന്തിരവൻ, അനുഗ്രഹീതൻ. ഏതാണ്? അനന്തിരവനാണ് തെറ്റായ പദം അല്ലേ? അനന്തരവനാണ്, അനന്തിരവനല്ല, അനന്തരവൻ.
ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റ്. അടുത്തത് സംബന്ധിക തത്പുരുഷന് ഉദാഹരണം അല്ലാത്തത്. ശരീരാധ്വാനം, ശരീരപ്രകൃതി, ശരീര സൗന്ദര്യം, ശരീരകാന്തി. സംബന്ധിക തത്പുരുഷന് ഉദാഹരണം അല്ലാത്തത് ശരീരാധ്വാനമാണ്. ശരീരാധ്വാനം. അടുത്തത് ശുദ്ധമായ വാക്യം ഏത്? സുഖവും അതിനേക്കാൾ ഉപരി ദുഃഖത്തോടും കൂടിയാണ് ജീവിതം. സുഖവും അതിനേക്കാൾ ദുഃഖത്തോടു കൂടിയതാണ് ജീവിതം. സുഖവും അതിനേക്കാൾ ദുഃഖവും ചേർന്നതാണ് ജീവിതം. സുഖവും അതിനേക്കാൾ ഉപരി ദുഃഖവും ചേർന്നതാണ് ജീവിതം. ഏതാണ് ആൻസർ വരുന്നത്? സുഖവും അതിനേക്കാൾ ദുഃഖവും ചേർന്നതാണ് ജീവിതം. ഓപ്ഷൻ സി ആണ് വരുന്നത്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, കുമാരനാശാൻ, ചെറുശ്ശേരി. ആരാണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്? കുഞ്ചൻ നമ്പ്യാരാണ്. ഓപ്ഷൻ ബി കുഞ്ചൻ നമ്പ്യാർ. 98ാമത്തെ ചോദ്യം. ഭാഷാശാസ്ത്ര സിദ്ധാന്തത്തിന്റെ ആരംഭഘട്ടത്തിൽ മനസ്സിലെ ഭാഷാ ഘടകത്തിനെ ഭാഷാ സാംശീകരണ സംവിധാനം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി. നോം ചോംസ്കി, ജെറോം എസ് ബ്രൂണർ, ജീൻ പിയാഷെ, എൽ എസ് വൈഗോട്സ്കി. ഏതാണ് വരുന്നത്? ഭാഷാശാസ്ത്ര സിദ്ധാന്തത്തിന്റെ ആരംഭഘട്ടത്തിൽ മനസ്സിലെ ഭാഷാ ഘടകത്തിനെ ഭാഷാ സാംശീകരണ സംവിധാനം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി നോം ചോംസ്കിയാണ്. ഓപ്ഷൻ എ നോം ചോംസ്കി. 99ാമത്തെ ചോദ്യം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ രചനകളിൽ ഉൾപ്പെടാത്തത്. വിശ്വവിഖ്യാതമായ മൂക്ക്, ആനവാരിയും പൊൻകുരിശും, പൂവമ്പഴം, സ്ഥലത്തെ പ്രധാന ദിവ്യൻ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ രചനകളിൽ പെടാത്തത് പൂവമ്പഴമാണ്. പൂവമ്പഴം. അടുത്തത് അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. വിനയം, ലാഘവം, പതിവ്, ബഹുമാനം തുടങ്ങിയ അർത്ഥവിശേഷണങ്ങൾ പ്രകടമാക്കാൻ ഉപയോഗിക്കുന്ന അനുപ്രയോഗം. ഭേദകാനുപ്രയോഗം, പൂരണാനുപ്രയോഗം, കാലാനുപ്രയോഗം, നിഷേധാനുപ്രയോഗം. ഏതാണ് വിനയം, ലാഘവം, പതിവ്, ബഹുമാനം തുടങ്ങിയ അർത്ഥവിശേഷണങ്ങൾ പ്രകടമാക്കാൻ ഉപയോഗിക്കുന്ന അനുപ്രയോഗം? ഭേദകാനുപ്രയോഗമാണ്. ഓപ്ഷൻ എ ഭേദകാനുപ്രയോഗം. ഓക്കെ, അപ്പോൾ LPUP ചോദ്യവണ്ടി ഡേ 3-ലെ 100 ക്വസ്റ്റ്യൻസ് ഇവിടെ അവസാനിക്കുകയാണ്. LPUP ചോദ്യവണ്ടി എന്ന മോക്ക് ടെസ്റ്റ് സീരീസിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക. 6 മാസത്തേക്ക് വെറും 790 രൂപ മാത്രമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ LPUP ചോദ്യവണ്ടി എന്ന മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി 8921331609 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. LPUP എക്സാമിനെല്ലാം വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. മോക്ക് ടെസ്റ്റ് എല്ലാം അറ്റൻഡ് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.